നല്ലൊരു സാധ്യതയാണ്. തത്സമയം ചേരുന്നു. വെൽക്കം വി.എസ്. രഞ്ജിത്ത് ടു റിപ്പോർട്ടർ പ്രീ പോൾ മെഗാ സർവേ. വയനാടിന്റെ മനസ്സിൽ എന്താണ് രഞ്ജിത്ത്? സുജയ, വയനാട് രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം കൊണ്ട് ദേശീയവും അന്തർദേശീയവുമായ ശ്രദ്ധ പിടിച്ചുപറ്റിയ ഒരു മണ്ഡലമാണ്. വയനാട് ശരിക്കും UDF വേണ്ടി ഉണ്ടാക്കിയ ഒരു മണ്ഡലം എന്ന് പറയേണ്ടിയിരിക്കുന്നു. 2009 മുതൽ തന്നെ UDF നിൽക്കുന്ന ഒരു മണ്ഡലമാണ്. അവിടുത്തെ ഒരു ജനസാമാന്യം, ഒരു സോഷ്യോളജിക്കൽ മാപ്പ് പരിശോധിച്ചാൽ കുടിയേറ്റ കർഷകരുണ്ട്, മുസ്ലിം ജനസാമാന്യമുണ്ട്, ഹിന്ദു വിഭാഗത്തിൽപ്പെട്ടവരുണ്ട്, അതുപോലെ തന്നെ ട്രൈബൽ കമ്മ്യൂണിറ്റിയുണ്ട്, ജൈനന്മാരും റോഹിംഗ്യൻ അഭയാർത്ഥികളും ശ്രീലങ്കൻ അഭയാർത്ഥികളും പോലുമുള്ള ഒരു മണ്ഡലമാണ് വയനാട് മണ്ഡലം. അപ്പോൾ ആ ജനസാമാന്യത്തിൽ ഈ കുടിയേറ്റ കർഷകരും അതുപോലെ തന്നെ ട്രൈബൽ കമ്മ്യൂണിറ്റിയും അതുപോലെ മുസ്ലിം ജനസാമാന്യവും ഒക്കെ എപ്പോഴും UDF നിൽക്കുന്നവരാണ്. ആ ഒരു സ്വഭാവം എല്ലാ കാലത്തും വയനാട് കാണിച്ചിട്ടുണ്ട്. രാഹുൽ ഗാന്ധി വന്നപ്പോൾ, കുറച്ചുകൂടി ഒരു പോപ്പുലറായ നേതാവ് വന്നപ്പോൾ, അദ്ദേഹം പ്രധാനമന്ത്രിക്ക് കൊടുത്ത വോട്ടായിരുന്നു കഴിഞ്ഞ തവണ അത്രയും ഭൂരിപക്ഷത്തിലേക്ക് എത്തിയത്. ഇത്തവണ പ്രധാനമന്ത്രി ആകുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ടെങ്കിൽ കൂടി ഇന്ത്യ മുന്നണിയെ നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട നേതാവിന് കൊടുക്കുന്ന പരിഗണന രാഹുൽ ഗാന്ധിക്ക് കിട്ടും എന്ന് തന്നെയാണ് വയനാട്ടിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. UDF ഒരു സ്വഭാവം എല്ലാ ചോദ്യങ്ങളിലും ഉണ്ടായിരുന്നു. ഈ ഇപ്പോൾ നവകേരള യാത്രയെ സംബന്ധിച്ച ചോദ്യത്തിലാണെങ്കിലും അതുപോലെ പ്രതിപക്ഷ നേതാവിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് ചോദ്യത്തിലാണെന്നൊക്കെ UDF പ്രതിപത്തി ആ മണ്ഡലം കാണിച്ചിട്ടുണ്ട്. പക്ഷേ അങ്ങനെയൊക്കെ പറയുമ്പോഴും CPM ഈ അടുത്ത കാലത്തായി ഇപ്പോൾ മാനന്തവാടി മണ്ഡലം ഒയാർക്കുള്ള MLA ആവുന്നു. അത്തരത്തിൽ കൽപ്പറ്റ മണ്ഡലത്തിൽ LDF വലിയ നേട്ടമുണ്ടാക്കാൻ സാധിക്കുന്നു. അങ്ങനെ നോക്കുകയാണ് തിരുവമ്പാടി LDF-നൊപ്പമാണ്. ഇങ്ങനെ നോക്കുമ്പോൾ വയനാട്ടിൽ LDF വലിയ പ്രതീക്ഷ ഉണ്ടാക്കുന്ന ഒരു മാറ്റം UDF പരമ്പരാഗതമായി നിന്നിരുന്ന ജനങ്ങളിൽ നിന്നുണ്ടാവുന്നുണ്ട്. അതും നമുക്ക് ഈ മണ്ഡലത്തിലെ സർവേയിൽ പ്രതിഫലിക്കുന്നുണ്ട്. ഏതായാലും രാഹുൽ ഗാന്ധി തന്നെയാണ് സ്ഥാനാർത്ഥിയെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് തന്നെ ആയിരിക്കും സ്വാധീനമെന്നുള്ളത് ഈ പ്രീപോൾ സർവേയിൽ വളരെ വ്യക്തമാണ്. ഇവിടുത്തെ ഒരു ഡെമോഗ്രഫി പരിശോധിച്ചാലും UDF തന്നെയായിരിക്കും മേൽക്കൈ എന്നുള്ളത് വളരെ വ്യക്തമായ കാര്യമാണ്.